ഇന്ന് കുറേ കാലത്തിന് ശേഷം ഒരു ലൈവിന് വരുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാനൊന്ന് അനൗൺസ് ചെയ്തു ഞാനിങ്ങനെ വരുന്നുണ്ടെന്നുള്ളത്. കാരണങ്ങൾ പലതുമുണ്ട്. അപ്പം നിങ്ങൾ അതിനകത്തുള്ള താഴത്തുള്ള കമൻറ്റ് 3000 ചില്ലാനം കമൻറ്റുകൾ ഞാൻ ഏകദേശം ഒരു ഇതെല്ലാം വായിച്ചു. എല്ലാവരുടെയും വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ എന്താണ് ഇതിന് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇന്നലെ മുതൽ ഏറ്റവും അധികം കോൾസ് വന്നിരുന്നത് എൻ്റെ ആർമിയിലുള്ള ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ നിന്നാണ്. അപ്പോൾ ആ സർക്കിളിൽ അവരെല്ലാം എൻ്റെ സീനിയേഴ്സ് എന്നെ എടാപെടാനും എന്നെ തെറി വിളിക്കാനടക്കം അധികാരമുള്ള കുറേ സീനിയേഴ്സ്, എല്ലാവരും അവരൊക്കെ റിട്ടയറൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. പലരും എന്നെ വിളിച്ച് തെറിയായിരുന്നു. എന്താണ് അത്, അതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ് എനിക്കൊരു പിടികിട്ടില്ല. ഞാൻ ആദ്യമെല്ലാം കുറേ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ ഇവരുടെ എല്ലാം പ്രശ്നം ആദ്യം പറയുന്നത് മോഹൻലാലിന്റെ ലെഫ്റ്റനന്റ് കേണൽ റാങ്ക് എടുത്തുകളാണ്. ഇതൊരു വിരോധാഭാസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കമന്റുകൾ വായിച്ചിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഞാനിവിടെ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ ആരെയും വൈറ്റ് വാഷ് ചെയ്യാനോ വെള്ളപൂശാനോ ഒന്നല്ല. നിങ്ങൾ വിശ്വസിക്കുന്ന മേജർ രവി പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ എപ്പോഴും എന്നെ മോഹൻലാലിന്റെ കൂടെ കാണില്ല, പക്ഷെ ഞങ്ങൾ വളരെയധികം ആത്മബന്ധമുള്ള സുഹൃത്തുക്കളാണ്. എല്ലാ സമയത്തും അദ്ദേഹത്തിന്റെ കൂടെ അവിടെ നടക്കാനും വഴി കാണിച്ചു കൊടുക്കാനും ഇതിനൊന്നും എന്നെ കാണാറുണ്ടാവില്ല. ചില സന്ദർഭങ്ങളിൽ കാണും. അത് ഞാൻ നല്ല കാര്യങ്ങൾ പലയിടത്തും ചെയ്യുന്ന സമയത്ത് ഞാൻ ലാലിന്റെ കൂടെ ഉണ്ടാവുന്നു. അതുകൊണ്ട് എനിക്കറിയാം അദ്ദേഹത്തെ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ആദ്യം ഈ കേണൽ റാങ്കിന്റെയും കേണലിന്റെ പ്രശ്നവും അതായത് സോർട്ട് ഔട്ട് ചെയ്ത് പിന്നീട് നമുക്ക് ഈ സിനിമയിലോട്ട് വരാം. ഇപ്പൊ ഈ സിനിമ എന്നുള്ളതല്ല, ഇതിനകം ഏത് സിനിമയാണെങ്കിലും എന്താണെങ്കിലും ശരി, ഒരു കേണൽ റാങ്ക് എടുത്തു കളയുക അല്ലെങ്കിൽ തരിക, കിട്ടുക എന്നൊക്കെ പറയുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള ചില മാനദണ്ഡങ്ങളും അതിന്റെ പ്രൊസീജിയേഴ്സും എല്ലാം കൊണ്ടാണ് ഇത് കിട്ടുന്നത്. അല്ലെങ്കിൽ മേജർ ഇവിടെ പടത്തിൽ അഭിനയിച്ചുകൊണ്ട് കിട്ടിയതാണെന്ന് അങ്ങനെയൊന്നല്ല. അതിനകത്ത് കുറെ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു ഭരിച്ചിരുന്നത്. ആ സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള കീർത്തിചക്ര, കുരുക്ഷേത്ര ഇങ്ങനെയുള്ള സിനിമകളെല്ലാം അവിടെ സെൻസറിന് പോകുന്ന സമയത്ത് MOD-യിൽ ഇങ്ങനെ ആശയം വന്നു, സൗത്തിൽ നിന്ന് ഒരാളിനെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ പെട്രിയോട്ടിക് ഫീലിംഗ് ഉള്ള സിനിമകൾ ചെയ്തു എന്നുള്ളതിന് മുകളിൽ അന്ന് നിങ്ങളെല്ലാം ഓർക്കും. ആൻഡ് യു ഓൾ വിൽ എഗ്രി ദാറ്റ് കീർത്തിചക്രക്കകത്തും നമ്മൾ ഒരിക്കലും ഭാരതമാതാക്കി ചെയ്യുന്നുള്ളതൊന്നും വിളിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും, രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും വിളിച്ചു ഭാരതമാതാക്കി ചെയ്യുന്നു. അത് ഞാനെന്ന എഴുത്തുകാരൻ എന്റെ മനസ്സിലുള്ള വികാരത്തിനെ മോഹൻലാൽ എന്നുള്ള നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങളെപ്പോലുള്ള കോടിക്കണക്കിന് ജനത ആരാധിക്കുന്ന മോഹൻലാൽ എന്നുള്ള വ്യക്തിയിലൂടെ ഞാൻ എന്റെ ആശയത്തിലുള്ള ആ ഒരു ഹീറോ എങ്ങനെയായിരിക്കണം, ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള വ്യക്തി, ഒരു പട്ടാളക്കാരൻ എങ്ങനെയായിരിക്കണം, ആ കഥാപാത്രത്തെ ഞാൻ എഴുതി അദ്ദേഹത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഡയലോഗുകൾ നിങ്ങളിൽ അദ്ദേഹത്തിൽ കൂടെ എത്തിച്ചു വന്നപ്പം നിങ്ങൾക്ക് അദ്ദേഹം ഒരു പെട്രിയോട്ടിക് ഫീലിംഗ് ഉള്ള ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ കണ്ടു. ഇതൊരു എഴുത്തുകാരന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഏത് എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പടത്തിനകത്ത് എന്റെ സുഹൃത്തൊക്കെ തന്നെയാണ് മുരളി ഗോപി. ഞാൻ അദ്ദേഹത്തിന്റെ കാര്യം പറയുന്നത്, അദ്ദേഹം എഴുതുന്ന അദ്ദേഹത്തിന്റെ കൺവിക്ഷനിലാണ്. എന്റെ മനസ്സിനകത്തുള്ള എന്റെ ഹീറോ എന്ത് പറയണമെന്നുള്ളത് ഞാൻ എഴുതുന്ന സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരിക്കും. യെസ്, പാകിസ്ഥാൻ എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ ആ പാകിസ്ഥാനെ എഗൻസ്റ്റ് ആയിട്ട് എന്റെ വികാരം എന്തായിരിക്കും, ഇതായിരിക്കും ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പറയുന്നത് മോഹൻലാൽ, ആ ഡയലോഗ് ഞാനത് ശരിയായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ അത് മോഹൻലാൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇമ്പാക്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോ ഈ സിനിമയ്ക്കകത്ത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പട്ടാളക്കാരോടും കൂടിയിട്ടാണ് ഞാൻ എന്റെ സുഹൃത്തുക്കളോടും എന്റെ സീനിയേഴ്സിനും കൂടി ഞാൻ എല്ലാവർക്കും മറുപടി അയച്ചാൽ ഞാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രിയിൽ ഞാൻ പാർട്ടിക്ക് ഇതിനകത്ത് ലൈവിൽ വന്ന് സംസാരിക്കാമെന്ന്. അപ്പോൾ നിങ്ങളുടെ താഴത്തുള്ള കമന്റുകൾ വായിച്ചാൽ ചിലപ്പോൾ എന്റെ കോൺസെൻട്രേഷൻ പോകും. ഞാൻ വണ്ടിക്കകത്ത്, കാരണം പറഞ്ഞ സമയത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 3 പ്രോഗ്രാംസ് കഴിഞ്ഞിട്ട് വരാൻ ഇതുവരെ ഹോട്ടലിൽ എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ ആ കൃത്യസമയത്ത് ഞാൻ തുടങ്ങാൻ കാരണം വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ചിലപ്പോൾ ചില പോയിന്റ് വിട്ടാലും നിങ്ങൾ ആരെങ്കിലും, അല്ലെങ്കിൽ ഞാനിത് ഫുള്ളായിട്ട് ഞാൻ വായിക്കില്ല. അപ്പൊ ഓണററി റാങ്ക് ആയിട്ടുള്ള ഈ കേണൽ, ലെഫ്റ്റനന്റ് കേണൽ എന്ന് പറയുന്നത്, ഇതെടുത്തുകള എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രത്യേക മാനസിക വിചാരമാണത്. ആ റാങ്ക് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ്. അത് സിനിമാ ഫീൽഡിനകത്ത് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മോഹൻലാൽ എന്ന് പറയുന്നത്, നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു വ്യക്തി.
ഈ സിനിമയിൽ നിങ്ങൾ എന്തെല്ലാം രീതിയിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയും, നിങ്ങളുടെ വികാരത്തിന് ഞാൻ മാനിക്കുന്നു, അത് അദ്ദേഹവും മാനിക്കുമായിരിക്കും. പക്ഷെ ഈ ലെഫ്റ്റനന്റ് കേണൽ തിങ്ക് എന്ന് പറയുന്നത് ഇതുമായിട്ട് കൂട്ടിക്കലത്തില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പട്ടാള യൂണിഫോം ഇട്ടിട്ട് ഈ സിനിമയ്ക്കകത്ത് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യേ അല്ലെങ്കിൽ അനാശാസ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ എന്നുള്ളത് ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതും യൂണിഫോമുമായിട്ട് നിങ്ങൾ ആദ്യം കൂട്ടിക്കലത്ത്. അപ്പൊ പട്ടാളത്തിനെ കുറിച്ചുള്ള സംസാരം ഇനിയെങ്കിലും ദയവ് ചെയ്തിട്ട് അത് പറയുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു മാതിരി തോന്നുകയാണ് അതും ഇതുമായിട്ട് എന്താ ബന്ധം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് പട്ടാളക്കാരോടും കൂടിയാണ് പറഞ്ഞത്. ഞാൻ പട്ടാളക്കാർക്ക് കുറെ ആൾക്കാർക്ക് ഞാൻ അയച്ചു കൊടുത്ത് അവരെല്ലാം അത് നീ പറയുന്നത് ശരിയാടാ എന്ന് പറഞ്ഞിട്ട് മറുപടി അയച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഇനി വരുന്നത് ഈ സിനിമയിലോട്ട് വരാം. ഈ സിനിമയിലോട്ട് വന്നാൽ കാരണം നമ്മുടെ സിനിമ, ഞാൻ ചെയ്ത സിനിമയിലൊക്കെ പെട്രിയോട്ടിസം എന്നുള്ള ഒരു ഫീല് അത് ഞാൻ എഴുതുന്നതാണത്. എന്റെ വികാരമാണ് ഞാൻ എഴുതിയിട്ടൊരു കഥയായിട്ട് കൊണ്ടുവരുന്നു, അദ്ദേഹത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു, അദ്ദേഹം അത് ചെയ്യുന്നു. പിന്നെ ഞാൻ അറിയുന്ന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇദ്ദേഹം കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും 5 സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാനിത് വൈറ്റ് വാഷ് ചെയ്യാനോ ഇതിനല്ല, ഞാൻ അറിയുന്നത് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. അദ്ദേഹം ഒരു പ്രാവശ്യം കഥ കേട്ട് കഴിഞ്ഞിട്ട് ഓവറോൾ ഓക്കെ ഇതാണ് എന്നുള്ള ഫീല് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം പിന്നെ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യില്ല. മറ്റുള്ള ആർട്ടിസ്റ്റിന്റെ ഷോട്ട് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇതിനോ അല്ലെങ്കിൽ ഈ കഥയിൽ അങ്ങനെ തിരുത്തു വരുത്താനോ ഒന്നും പറയില്ല. കീർത്തിചക്ര തൊട്ടിട്ട് ഞാൻ കഴിഞ്ഞ 71 വരയ്ക്കും ഞാൻ 5 സിനിമ ചെയ്തിട്ടുള്ളത്. കീർത്തിചക്ര പോലും അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല. ഐ സ്വയർ. സിനിമ റിലീസാവുന്നതിന് മുന്നേ അദ്ദേഹം ഫുൾ സിനിമ ഞാൻ എന്നെ ഏറ്റവും അധികം വിശ്വസിക്കും. ഞാൻ നിങ്ങളോട് ഞാൻ വിഷമിച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. ഒരു കാര്യം നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആ ആളെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അറിയണം. ഐ സ്വയർ യു, അദ്ദേഹം കീർത്തിചക്ര ഫുൾ സിനിമ റിലീസിന് മുന്നേ കണ്ടിട്ടില്ല. പിന്നെ അന്നൊക്കെ ഈ പ്രിവ്യൂ ഷോസും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടും എന്റെ ദാരിദ്ര്യം കൊണ്ടും ഞാൻ പ്രിവ്യൂ ഷോ ഒന്നും ഇവിടെ വെച്ചിട്ടില്ല. കാരണം എന്റെ ആദ്യത്തെ സിനിമയായിരുന്നു. ചൗധരി സാറും പറഞ്ഞു ഓക്കെ നമ്മുടെ ഉണക്ക് എന്നാ വേണ പണിയുക. അവിടെ ഞങ്ങൾ മദ്രാസിന് മാത്രം ഒരു പ്രിവ്യൂ ഷോ വെച്ചു. അതിൽ മോഹൻലാലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സുച്ചിയോ ആരും വന്നിട്ടില്ല. കുറച്ച് സുഹൃത്തുക്കളും സുരേഷ് ബാലാജി, ലിസി, പ്രിയദർശന്റെ അങ്ങനെയുള്ള കുറച്ച് എന്റെ സുഹൃത്തുക്കൾ മാത്രമാണ് പ്രിവ്യൂ ഷോ കണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്ന ഒരു സ്വഭാവം ഇല്ല. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട്. ഇല്ലാത്ത സമയത്ത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും മോഹൻലാൽ എന്താ പടം കണ്ടിട്ടില്ല എന്നുള്ള കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു. ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും, ഇദ്ദേഹം പടം കണ്ടിട്ടില്ല. ഇതിന്റെ കുറ്റം നിങ്ങൾ മോഹൻലാൽ ഇതൊക്കെ വായിച്ചിട്ടില്ല. കഥ ചില സിസ്റ്റംസ് നിങ്ങൾ മനസ്സിലാക്കണം. പലയിടത്തും പല സിസ്റ്റമാണ്. അതുകൊണ്ട് മോഹൻലാൽ ഇത് കണ്ടിട്ട് റിലീസ് ചെയ്തു എന്നുള്ളത് പറയുന്നു. അത് ഞാനതല്ലേ പറയുന്നത്. എന്റെ കീർത്തിചക്ര അല്ലെങ്കിൽ ഈ 5 സിനിമയും കീർത്തിചക്ര പോലും അതൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായപ്പോ അപ്പോഴും ഞാൻ വിളിച്ചപ്പോ ആണോ എനിക്ക് ഇനിയിപ്പോ തിയേറ്ററിലൊന്നും പോയി കാണാൻ പറ്റില്ല. പക്ഷെ രാത്രി മുഴുവൻ ആളുകളുടെ ആ ഒരു കൺഗ്രാജുലേഷൻ കോൾസ് വന്നപ്പോൾ അദ്ദേഹം കാലത്ത് 5 മണിക്ക് വയനാട്ടിൽ പോകുന്ന റൂട്ടിലുള്ള ഏതോ ഒരു തിയേറ്ററിൽ പോയിട്ട് 5 മണിക്ക് അദ്ദേഹം ബാബുചാനും ഗ്യാങ് എല്ലാം കൂടെ പോയി പടം കണ്ടിട്ട് എന്നിട്ടാണ് എന്നെ വിളിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ക്ലാരിഫൈ ചെയ്യണം. അദ്ദേഹം പടം കണ്ടിട്ടാണ് ഇത് ഇറങ്ങിയെന്നുള്ളത് എന്റെ സുഹൃത്തുക്കൾ, ഞാൻ BJP-കാരാണെങ്കിൽ ശരി, അല്ലെങ്കിൽ പെട്രിയോട്ടിക് ഫീലിംഗ് ഉള്ള ഓരോരുത്തരുടെയും വികാരം ഞാൻ മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞതെല്ലാം അതിനാണ് ഞാൻ ഈ ലൈവിൽ വരാമെന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് താങ്കൾ എന്തിനാ ഈ കിടന്ന് ശ്വാസം എന്തിനാണ് രോഷാകുല? ഞാൻ രോഷാകുല ആകെയല്ല സഹോദര. ഒന്നാമത്തത് ഞാൻ കുറേ ട്രാവൽ ചെയ്ത് വന്നുകൊണ്ടുള്ള ഞാൻ നിങ്ങളുടെ എല്ലാം കമന്റ് വായിക്കാൻ തന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഫ്ലോ പോകും. അതുകൊണ്ടാണ് ഞാൻ കമന്റ് വായിക്കാതെ. എന്ത് തന്നെ ആയാലും അവനെ ശ്രദ്ധിക്കണം ആയിരുന്നു. അവരെ എന്നുള്ള ആരെന്നുള്ളത് എനിക്കറിയുന്നില്ല. ഇവിടെ ചിലവന്മാരൊക്കെ തെറിയൊക്കെ വിളിക്കുന്നുണ്ട്. വെരി ഗുഡ്. ഇത് നമ്മുടെ ഞാനിപ്പോ ഇവിടെ നിന്നിട്ട് ഞാൻ പലരും തെറി വിളിച്ചു കഴിഞ്ഞാൽ അത് എന്റെ സംസ്കാരം. ഇവിടെ ആർക്കും വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വിളിക്കാം, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. അത് മേജർ റിവ്യൂവിനെ എഫക്ട് ചെയ്യില്ല. നല്ല കമന്റുകളാണെങ്കിൽ അതിനുള്ള മറുപടികളും തരും. അത് വൃത്തിയായിട്ട് ഞാൻ പറയുകയും ചെയ്യും. സാർ പറയുന്നത് ശരി എന്ന് വെക്കാം, പക്ഷെ സാർ പറഞ്ഞ ഈ സ്വഭാവം മോഹൻലാൽ മാറ്റിയേ പറ്റൂ. ഓക്കെ, മാറ്റിയേ പറ്റൂ എന്നുള്ളത് ഞാൻ സഹോദരൻ ഞാൻ സമ്മതിക്കുന്നു. കാരണം പല മിസ്റ്റേക്കുകളിൽ നിന്നുമാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ ചെറിയൊരു അഹങ്കാരം കാണിച്ചിട്ട് പൊട്ടിപ്പോയൊരു പടമാണ് കാന്താർ എന്നുള്ളത്. പക്ഷെ അതിനകത്ത് ഞാൻ 5 കോടിക്ക് തീർത്ത പടമാണ് സഹോദരൻ.
അതിനകത്ത് ഒരാൾക്കും പറയാൻ പറ്റില്ല പ്രൊഡ്യൂസറിന് 5 പൈസ നഷ്ടം വന്നു എന്നുള്ളത്. റിലീസിന് മുന്നേ തന്നെ 4 കോടിയോളം ഞങ്ങൾ ബിസിനസ് ചെയ്ത് റിലീസ് കഴിഞ്ഞ് എനിക്ക് ആ പൈസ എല്ലാം തിരിച്ചു കിട്ടി. സോ അതിനുശേഷം ഞാൻ മനസ്സിലാക്കി മോഹൻലാലും അമിതാഭ് ബച്ചനും വന്നു എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു അഹങ്കാരം എനിക്ക് എവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തോന്നലുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ അഹങ്കരിച്ചിട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞു മേജർ രവി സൂക്ഷിച്ചോ. അതിനുശേഷം ഞാൻ ഒരിക്കലും എന്റെ സിനിമയെക്കുറിച്ച് ഞാൻ അഹങ്കരിക്കാറില്ല. നമുക്കറിയാം, കാരണം നിങ്ങളുടെ കയ്യിലേക്ക് അങ്ങ് വിട്ടുതരാണ്. അതിനുശേഷം നിങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മോഹൻലാലിനെ ഞാൻ ഈ സിനിമ കണ്ടിട്ട് അദ്ദേഹം വിട്ടു എന്ന് പറയുന്നിടത്താണ് ആ ജസ്റ്റിഫിക്കേഷൻ ഞാൻ തന്നത്. മോഹൻലാൽ ഷുഡ് അപ്പോളജൈസ് ഫോർ വാട്ട് ഹീ ഡിഡ്. അദ്ദേഹം ഓൾറെഡി എഴുതി വെച്ചിട്ട് എനിക്കറിയില്ല അത് റിലീസ് ചെയ്തോ ഇല്ലെന്നുള്ളത്. ഞാൻ കണ്ടതാണ്. അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമമുണ്ട്. അപ്പൊ സിനിമ കാണാതെ ഫസ്റ്റ് ഷോ കണ്ടത് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് കണ്ടിരിക്കുന്നത്. പിന്നെ സിനിമയ്ക്കകത്തുള്ള ചില പ്രശ്നങ്ങളും ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണങ്ങളും ഇതിനകത്തുള്ള അദ്ദേഹം അതിനുശേഷം കണ്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ഓൾറെഡി ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഇന്ന് 6 മണിക്ക് ശേഷം 26ഓളം മിനിറ്റിന്റെ കട്ടിങ് ആ സിനിമയ്ക്കകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ കേട്ടത്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ, മോഹൻലാൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെയാണ് ജസ്റ്റിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഇദ്ദേഹം കണ്ടിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ അല്ല അത്. അത് ഞാൻ ഇപ്പോഴും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും. പിന്നെ ആ സിനിമയുടെ കണ്ടന്റ് പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും വിഷമിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ മോഹൻലാൽ വരുന്നത് ആ സിനിമയ്ക്കകത്ത് 1 മണിക്കൂറും 5 മിനിറ്റും കഴിഞ്ഞിട്ടാണ്. ഇതിനു മുന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ, ഗോത്ര ഇഷ്യൂ, മറ്റേ ഇഷ്യൂ, ആ എല്ലാ ഇഷ്യൂകളും വന്നിട്ടുണ്ടെങ്കിൽ സിനിമ തന്റെ പോർഷൻ മാത്രം ഡബ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ. അവിടെ ഇരുന്ന് മറ്റുള്ള പോർഷൻസ് ഒന്നും കാണില്ല. അപ്പൊ ഒരു സിനിമയെ ടോട്ടാലിറ്റിയിൽ കാണാൻ പലപ്പോഴും സാധിച്ചു എന്ന് വരില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാം. ആദ്യമായിട്ട് കാണുന്ന സമയത്ത് പെട്ടെന്ന് തോന്നും യെസ്, അയ്യോ ഇതെന്താണെന്നുള്ളത്. മോഹൻലാൽ ഷുഡ് അപ്പോളജൈസ് ഫോർ ദിസ് വാട്ട് പീപ്പിൾ, അതർവൈസ് പീപ്പിൾ വിൽ ഹേറ്റ് ഹിം. ഡോണ്ട് വറി, ഞാൻ അറിയുന്ന മോഹൻലാൽ വിൽ സബ്മിറ്റ് എൻ അപ്പോളജി ടു യു ഓൾ. വൈ? ബിക്കോസ് അദ്ദേഹം അറിയാതെ ചെയ്തതാണെങ്കിലും ശരി അദ്ദേഹം അത് ചെയ്തിരിക്കും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. കാരണം അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമം ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളെല്ലാം സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് തളർന്നു പോകും. അതുകൊണ്ട് ഞാനിവിടെ അദ്ദേഹത്തെ വൈറ്റ് വാഷ് ചെയ്യാനും പൂജിക്കുന്നത്, ഞാൻ അറിയുന്ന മോഹൻലാലിനെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാമെന്നാണ്. നിങ്ങൾ എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ എന്നെ കണ്ടു എന്ന് വരില്ല. ഞാൻ പറയുന്നില്ലേ, ഞാൻ പുറത്തു നിന്നുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം നിങ്ങളെപ്പോലെ വലിയൊരു ഫാനാണ് ഞാൻ. അത്രേ ഉള്ളൂ. പിന്നെ ആ സിനിമയ്ക്കകത്ത് എഴുത്തുകാരൻ എന്ന് പറയുന്നത് മുരളി ഗോപി എന്ന് പറയുന്നത് എന്റെ സഹോദരന്റെ അടുത്ത് എനിക്ക് ഒന്നേ പറയാം. നമ്മൾ എന്നെപ്പോലുള്ള തന്നെ എഴുതുന്നത് എന്റെ വികാരമായിരിക്കും. അത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് അത് നിങ്ങളുടെ, കാരണം ഞാൻ എഴുതിയിട്ടുള്ള സിനിമയ്ക്കകത്ത് നിങ്ങൾ ഭാരതമാതാക്കി ജയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് മൈ കൺസേൺ. അതാണ് ഞാൻ ചെയ്തത്. അപ്പൊ മുരളി അത് ചെയ്യുന്ന സമയത്ത് ആ പടം തുടങ്ങുന്ന സമയത്ത് കലാപങ്ങളിൽ മുസ്ലിം സഹോദരന്മാരെ പോയി അറ്റാക്ക് ചെയ്യുന്ന, ഹിന്ദു ശൂലം എല്ലാം കൊണ്ടുപോയിട്ട് അതൊന്നും ചെയ്യുന്ന കാണിക്കാനുള്ള ഗട്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടക്കം മുതലേക്ക് എവിടുന്നത് തുടങ്ങി, ആ വണ്ടി എങ്ങനെ കത്തി, ആര് കത്തിച്ചു, എന്തുകൊണ്ടൊരു കമ്പാർട്ട്മെന്റിനകത്ത് 53 പേര് മരിച്ചുപോയി, കാരണം 4 വശത്തും വാതിലടച്ചു വെച്ചിട്ടാണ് ഈ ആളുകൾ അവരെ കത്തിച്ചു കളഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കോടതി റൂളും സുപ്രീം കോടതി അടക്കം ശരിവെച്ച് ശിക്ഷയും കഴിഞ്ഞിട്ടുള്ള കാര്യം. എന്തുകൊണ്ട് അത് തുടങ്ങി വെച്ചിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയ ഇഷ്യൂ ആവില്ലായിരുന്നു. അത് പറയാതെ വെറും മുസ്ലിം സഹോദരങ്ങളെ കൊല്ലുന്ന ഹിന്ദുക്കളെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ വർഗീയതയല്ലേ സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ടത് അത് ഇതെല്ലാം കഴിഞ്ഞ ടോട്ടാലിറ്റിയിൽ അത് ത്രൂ ഔട്ട് പടത്തിൽ. പിന്നീട് അത് കഴിഞ്ഞ് ഈ സംഭവങ്ങളിൽ അതിൽ നിന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയെ കാണിക്കുന്നു, അത് കഴിഞ്ഞ് UP പറയുന്നു, ഗുജറാത്തിനെ പറയുന്നു, ഹോം മിനിസ്റ്റർ പറയുന്നു, എല്ലാം കഴിഞ്ഞിട്ട് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും പോയിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് എനിക്കൊരു പിടിയില്ല. അത് മാത്രം മതിയായിരുന്നു ഈ പടത്തിനകത്ത്. അതില്ലാതെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ്, യു ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ദാറ്റ് വാട്ട് യു ഹാവ് ഡൺ ഇറ്റ്. അതിൽ നിന്ന് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി, ഇവിടെ ആരാണ് പൃഥ്വിരാജൻ, മുരളി ഗോപി ആർ ആന്റി നാഷണൽസ്. നിങ്ങളുടെ എല്ലാം വികാരം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ടാണ് ജനങ്ങൾ ഇവരെ വിലയിരുത്തുന്നത്. ഞാൻ നാളെ വെറും ഒരു എന്താണ് പറയുന്നത്, ഞാനിപ്പോ ഈ ഞാൻ എന്റെ ഒരു സ്റ്റാമ്പ് എന്ന് പറയുന്നത്, ഞാൻ ദേശസ്നേഹ പട്ടാളപ്പടങ്ങൾ എടുക്കും, അതിലാണ് ദേശസ്നേഹം കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നത്. ഇത് ചെയ്യുന്നുണ്ട്. ഇനിയും വരുന്ന സിനിമകളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ ഓപ്പറേഷൻ രാഹത്തിനെ ഇതിന്റെ അകത്ത് ആരോ താൻ അതും വൈറ്റ് വാഷ് ചെയ്യാനില്ല എന്നൊക്കെയുള്ള കമന്റൊക്കെ ഞാൻ കണ്ടു. അതല്ല സഹോദരൻ, നിങ്ങളുടേതായിട്ടുള്ള കൺസെപ്റ്റ്. ഞാനത് കാണിക്കുന്ന എന്താണ്, എന്റെ രാജ്യം
എന്റെ രാജ്യം മറ്റൊരു രാജ്യത്ത് പോയി എന്റെ രാജ്യത്ത് ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ അവിടെ പോയിട്ട് ചങ്കൂറ്റം കാണിച്ചിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ എന്നുള്ളതാണ് 2015 ആദ്യമായിട്ട് ഇന്ത്യ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ രാഹത്ത്. സോ അതിനെ ഞാൻ ഹൈലൈറ്റ് ചെയ്യും. കാരണം ഇതിന് ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു സംഭവമാണത്. എന്റെ ശബ്ദം ഒച്ച കൂടുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് ഞാനിപ്പം 2-3 പ്രസംഗങ്ങൾ കഴിഞ്ഞിട്ട് വരുന്നതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്നെ ക്ഷമിക്കണം. ഞാൻ ഷൗട്ട് ചെയ്തൊന്നുമല്ല, ഞാൻ കാറിലിരുന്ന് പറയുന്നതുകൊണ്ടാണ്. എന്റെ വികാരം ഞാനത് കാണിക്കും. എന്താണ്, എനിക്കത് ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. മൈ കൺട്രി ഹാസ് ഗോൺ ഇൻ ടു സം അതർ കൺട്രി. എന്നിട്ട് അവിടെ കുരുക്കിൽപ്പെട്ടിരിക്കുന്ന എന്റെ ഇന്ത്യക്കാരെ രക്ഷിക്കൊണ്ടുവന്നുള്ള ഒരു ഓപ്പറേഷൻ, അത് ഓപ്പറേഷൻ രാഹത്ത്. അത് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്നത് യുക്രൈനിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊക്കെ എന്റെ രാജ്യത്തിന് എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള എനിക്ക് അഭിമാനിക്കാതെ. പിന്നത്തെ പോയിന്റ് എന്താണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ BJP-ക്കാർ, ഞാനും BJP-ക്കാരനാണ്, BJP-യുടെ വൈസ് പ്രസിഡന്റാണ് ഇതുവരെയ്ക്ക്. ഇനി അടുത്ത സെഷനിൽ എന്താവുന്നുള്ളത് എനിക്കറിയില്ല, അത് അടുത്ത പ്രസിഡന്റ് തീരുമാനിച്ചിട്ട്. ബട്ട് ഇപ്പോഴത്തേക്ക് കാരണം BJP-ക്കാർ പറഞ്ഞു അതിനകത്ത് സെൻസറിൽ 2 BJP അനുഭാവികളും ഉണ്ടായിരുന്നു എന്നുള്ളത്. സാർ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളൊക്കെ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഈ അഭ്യുദയകാംക്ഷികൾ, BJP-ക്ക് ഒരു ഉപകാരമില്ലാത്ത BJP-ക്കാരാണെന്നും പറഞ്ഞ് നടക്കുന്ന കുറെ ഇത്തിക്കണ്ണികൾ ഈ പാർട്ടിക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അത് വലിയ വലിയ കൊമ്പത്തിരിക്കുന്നുണ്ട്. ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഇലക്ഷൻ ക്യാമ്പയിന് യവന്മാരെ കൊണ്ട് 5 പൈസയുടെ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതില്ലാതെ ഈ സെൻസർ ബോർഡിനകത്തിരിക്കുന്ന കുറെ എണ്ണമുണ്ട്. ഇതെല്ലാം ഇവരെയൊക്കെ ആദ്യം ചെകഞ്ഞെടുത്ത് വെളിയിൽ തള്ളണം. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരമുള്ള ചില പാർട്ടീസിന്, അതാണായാലും പെണ്ണായാലും, അവിടെ കയറ്റി ഇരുത്തിയിട്ട് തൊള്ളേതൊന്ന് പറയുന്ന അവര് സിനിമ കാണുന്നില്ല. അപ്പൊ അതിലങ്ങനെ ഉള്ള വികാരമുള്ള ഒരു രാജ്യസ്നേഹിയായിട്ട് ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അത് പടം കണ്ടിട്ട് മനസ്സിലാക്കും, അയ്യോ ഇത് പ്രശ്നമാണെന്നുള്ളത്. എന്തേത് മനസ്സിലാക്കാൻ കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അവർക്കത് മനസ്സിലായി ഇത് എന്തോ ഒരു പടം, എന്നിട്ട് അവിടെ കട്ട് ചെയ്ത് ഇവിടെ കട്ട് ചെയ്തു എന്നുള്ളത്. നോ. സോ ഐ അക്യൂസ് യു ഓൾസോ. ഈ സെൻസർ ബോർഡിൽ തെരഞ്ഞെടുത്ത് പറഞ്ഞിരിക്കുന്ന വ്യക്തികൾക്ക് പാർട്ടിയോടുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടേതായിട്ടുള്ള, അത് പല പാർട്ടിക്കാരും അവിടെയുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ വികാരം അതിനകത്ത് വരുമോ. അപ്പൊ പാർട്ടിക്കാര് ഒന്ന് മനസ്സിലാക്കണം, ഈ സെൻസർ ബോർഡിൽ പറഞ്ഞേക്കുന്ന ആളുകൾക്ക് നമ്മുടേതായിട്ടുള്ള വികാരം ഉണ്ടെന്നുള്ളത്. പിന്നെന്തായിരുന്നു അതിനകത്ത് പാർട്ടിക്കാർ പറഞ്ഞു ഇതൊരു സിനിമയല്ലേ എന്ന് പറഞ്ഞ് കാണണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് സിനിമയല്ലേ എന്നുള്ളത് കാണിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു സിനിമയ്ക്കകത്ത് എന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ വേറെ വല്ലവരെയും കൊണ്ടുപോയിട്ട് വൃത്തികേടായിട്ട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ സിനിമയല്ലേ എന്ന് പറഞ്ഞിട്ട് കൈ കഴുകാനൊന്നും പറ്റില്ല സാർ. സോറി. അതും എന്റെ പാർട്ടിയിൽ ആരോ പറഞ്ഞായിട്ട് ഞാൻ കേട്ടു, എന്നെ ആരോ വിളിച്ച് പറഞ്ഞിരുന്നു. സോ ഇതെല്ലാം കാണുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നത്. അതുപോലെ പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ വരുന്ന ഒരു ഇതുണ്ടെങ്കിൽ നമ്മുടെ വികാരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കണം ഒരു സിനിമ പുറത്തിറക്കുന്നത്. ഇവിടെ ഒരു കേരള സ്റ്റോറി വന്നപ്പോഴത്തേക്കും ഇവിടെ പലർക്കും കുരുപൊട്ടിയിട്ട് ഒച്ചയും മുടക്കം ഉണ്ടാക്കിയിട്ടാണ്. അതാവാൻ പറ്റില്ല. അത് ഒരു സത്യസന്ധമായിട്ടൊരു കഥയായിരുന്നെങ്കിൽ, ഇതെന്തിനാ ഇങ്ങനൊരു സത്യസന്ധമായി നടന്നൊരു കാര്യത്തിനെ നുണയുടെ ഒരു തുടക്കത്തിൽ തന്നെ നുണയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്ലീസ്, നിങ്ങൾ വെറും മോഹൻലാലിനെ മാത്രം അക്യൂസ് ചെയ്തിട്ട് അതിൽ പോകുന്നതിന് ഇത് മാത്രമേ, മോഹൻലാൽ യെസ്, ഇനി ഇതിൽ ഒരാൾ എഴുതിയിട്ടാണ്, ഇനിയെങ്കിലും മോഹൻലാലേട്ടൻ ഇതുപോലുള്ള പടങ്ങൾ കണ്ടിട്ട് തന്നെ റിലീസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ശരിയാണ് മോനെ. ഞാൻ പറയാതെ ലാലേട്ടമ്പതക്ക് ഞാൻ എങ്ങനെയല്ല, ഞാൻ ഇന്നോ നാളെയല്ല 2 ദിവസത്തിനധികം കാണുമ്പോൾ അദ്ദേഹം ചെയ്തിട്ടൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ അദ്ദേഹം അത് മാറ്റുമത്. പക്ഷെ അതിന് നിങ്ങൾ വെറുതെ യെസ് ഈ റാങ്കിന്റെ മുകളിൽ കയറിയിട്ട് കളിക്കണം. ഇതൊക്കെ ചീപ്പ് ടോക്കാണ്. എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് എന്തെല്ലാം ചെയ്തിട്ടെന്ന് നിങ്ങൾ അറിയോ? ഈ പട്ടാളത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പം വയനാട്ടിൽ പോയി എന്തെല്ലാം ഒരു ന്യൂസാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതിനകത്ത് വയനാട്ടിൽ പോയി അവിടെ വന്നിട്ട് ഇത്രയും അധികം പൈസ നമ്മൾ ആ പട്ടാളക്കാരുടെ കൂടെ യൂണിഫോം ഇട്ടിട്ട് അവിടെ പോയി കൂടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ അവരുടെ എല്ലാ സ്ഥലങ്ങളും നോക്കി കണ്ട് പട്ടാളത്തിന് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. രാജ്യസ്നേഹപരമായിട്ടുള്ള പടങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം മറക്കരുത്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടെങ്കിൽ മറക്കരുത്. മറ്റുള്ളവരെ കുറിച്ച് ഞാൻ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഞാനൊന്നും പറയാൻ ബാധ്യസ്ഥനല്ല. കാരണം എനിക്ക് അവരെ അത്ര അധികം അറിയില്ല. ഈ കഥ എഴുതിയിട്ടുള്ള വ്യക്തി എന്തുദ്ദേശത്തിലാണ് ഇങ്ങനൊരു കഥ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. പക്ഷെ അതിനെ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരാളുടെ മേലേക്ക് മാത്രം അങ്ങ് ദീപികയുടെ കാവി ചെട്ടി കണ്ടപ്പോൾ ദേശസ്നേഹം വ്രണപ്പെട്ട ടീംസ് ആണ്.
എന്റെ ദൈവമേ, എന്തൊക്കെയോ പലരും പറയുന്നുണ്ട്. എനിവേ, ഇനിയിപ്പോ നിങ്ങളുടെ ഈ കമന്റുകളെ കാണുമ്പോൾ ഇത്രയും പറഞ്ഞ് എന്നെ സഹിച്ച് ഇത്രയും നേരം നിങ്ങൾ ഇരുന്ന് കേട്ടല്ലോ എന്നെ. ഐ എം വെരി ഹാപ്പി ദാറ്റ് യു പീപ്പിൾ ഹാവ് വാച്ച് മീ ഫോർ ദിസ്. എനിക്ക് ഈ ജസ്റ്റിഫിക്കേഷൻ, ഞാൻ ആരെയും വൈറ്റ് വാഷ് ചെയ്യാൻ വന്നല്ല. തെറ്റ് ചെയ്തിട്ടുള്ളതിന് അത് അവർ കറക്ഷൻ ചെയ്തു. പടത്തിനകത്ത് കുറെ കട്ടുകൾ ചെയ്തിട്ടായിരിക്കും 6 മണിക്ക് ശേഷമുള്ള ഷോകൾ വരാന്നുള്ള ഒരു ഗ്യാരണ്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു സംഘടനയോ എമ്പുരാന് എന്തൊക്കെയോ പറഞ്ഞു, ഏതെങ്കിലും സംഘടനയോ രാഷ്ട്രീയ പാർട്ടിയോ എമ്പുരാൻ എന്ന സിനിമയുടെ പ്രദർശനം നിർത്തിവെക്കാനോ സിനിമയുടെ ഏതെങ്കിലും ഭാഗങ്ങൾ ഒഴിവാക്കാനോ കണ്ട എന്തൊക്കെയോ. ഈ അവസരത്തിൽ സിനിമയുടെ റിലീസ് തലേന്ന് സംവിധായകന്റെ ഭാര്യ പറഞ്ഞത് സംവിധായകനോടും പറയാനുള്ളൂ, ആളറിഞ്ഞ് കളിക്കുക. ഇത് കണ്ടോ, ഇതൊക്കെ ഓരോരുത്തരുടെ വികാരം. നിങ്ങൾ അവരങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ശരിയാണ്. അത് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കത് സുഖം ഉണ്ടാവില്ല. അത് ആരാണ് പറഞ്ഞത്? ഗോപിജി ഐ അണ്ടർസ്റ്റാൻഡ് യോ, നിങ്ങളുടെ വികാരം ഞാൻ ഏതായാലും മനസ്സിലാക്കുന്നുണ്ട്. കാര്യം ശരിയാണ്. അങ്ങനെ നമ്മൾ അഹങ്കാരം, ഞാനല്ലേ പറഞ്ഞു, അഹങ്കാരം എന്നുള്ളത് ഈ മനുഷ്യനെ എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഇതുപോലുള്ള സംസാരങ്ങൾ ഇപ്പൊ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം തന്നിരിക്കുകയാണ്. അപ്പൊ എനിവേ, അത് അവർ കറക്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള ലാംഗ്വേജുകൾ നമുക്ക് പെട്ടെന്ന് ഒരു മനുഷ്യനോട് വെറുപ്പ് തോന്നിക്കും. അത് ആ പറഞ്ഞിട്ടുള്ള ഏത് വ്യക്തിയാണെങ്കിലും ശരി, അവർ മനസ്സിലാക്കിയിരിക്കുന്ന അവർക്കും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഗോപിജിയെപ്പോലുള്ള ആൾക്കാർ നിങ്ങൾ ഇതുപോലെ പറയുമ്പോൾ അത് അവർ വായിക്കുക എവിടെയെങ്കിലുമൊക്കെ അത് കേൾക്കുമ്പോഴായിരിക്കും അവർ മനസ്സിലാക്കി എന്തിനാ ഞാനിത് പറഞ്ഞത്. കേരള സ്റ്റോറി ആരാണ്? ഷർഫീഖ് കാരേക്കുടി. കേരള സ്റ്റോറി വന്നപ്പോൾ നിങ്ങൾ ഈ വികാരം വ്രണപ്പെടും എന്ന് കരുതി കട്ട് ചെയ്തോ? ആരുടെ വികാരമായിരുന്നു മോനെ? ഉള്ള സത്യമായിരുന്നു അതിനകത്തും വന്നത്. ഇവിടെ സത്യം വന്നിട്ടില്ല ഫുള്ളായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കാണിക്കുന്നെങ്കിൽ കാണിക്കുന്നത് വേണമെങ്കിലും, പക്ഷെ പകുതിയായിട്ട് കാണിക്കരുത്. അപ്പോൾ ഒരു സമുദായത്തിനെയും നമ്മൾ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ എൻ്റെ സിനിമയ്ക്കകത്ത് എന്തെല്ലാം കാണിച്ചു, പക്ഷെ ആരെങ്കിലും ഞാൻ വ്രണപ്പെടുത്തിയിട്ടുണ്ടോ? പെടുത്തില്ല ഞാനത്. കാരണം നിങ്ങളെല്ലാവരും, ഞാൻ ഒരു വർഗീയതയില്ലാത്ത ഒരു യഥാർത്ഥ പച്ചയായ മനുഷ്യൻ, ഒരു പച്ചയായ സോൾജറാണ് ഞാൻ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എൻ്റെ വായിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നിട്ടുണ്ടെന്നുള്ളത്? വരില്ല അത്. കാരണം ഞാൻ വളർന്ന ചുറ്റുപാട് അങ്ങനെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ ആരെയും ജസ്റ്റിഫൈ ചെയ്യില്ല. ബട്ട് wants to join you on video. Preeti Nair, I don't know how to do it, Preeti. I'm really sorry because I'm not a technical savvy. എനിക്ക് ഇത് തന്നെ എൻ്റെ അഡ്മിൻസ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. അതുകൊണ്ട് ഐ എം റിയലി സോറി. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ച് ഞാൻ വന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും മാപ്പ് ലാൽ എന്നൊക്കെ പറഞ്ഞ അനൂപ് ശിവശങ്കർ, മോനെ, നമ്മളൊരാളെ നമുക്കിങ്ങനെ ഇരുന്നിട്ട് എങ്ങനെ വേണമെങ്കിലും പറയാം. നമുക്ക് റെസ്പെക്റ്റോടുകൂടി സംസാരിക്കാം. ആ റെസ്പെക്റ്റോടുകൂടി സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സംസ്കാരമാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരാളെ എടാ പോടാ പട്ടി എന്നൊക്കെ വിളിച്ചിട്ടൊന്നും നമ്മൾ വലിയ ആളാവില്ല. നമ്മൾ അത്രയും താന്നു പോവുള്ളൂ. ആണ് മക്കളെ, 67 വയസ്സായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ പറയുന്നത്. ജീവിതം കുറെ കണ്ടതാണ്. ഇതുപോലുള്ള വികാരങ്ങൾ കൂടെ ഒക്കെ പോയിട്ടാണ്. തല്ലും പിടിയും കുത്തും എല്ലാം കഴിഞ്ഞ് ഇപ്പൊ സാത്വികനായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് നമ്മൾ ഈ വെറുതെ തെറി വിളിച്ചുകൊണ്ട് ഒന്നുമില്ല. ഞാൻ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ആൾക്കാരൊക്കെ തെറി വിളിക്കുക, അതൊരു ഒരു സ്പിരിറ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ അത് പറയുന്ന സമയത്ത് യു ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. വൈ? ബിക്കോസ് നമ്മളെ കുറിച്ച് അത്രയും താഴ്ന്ന ലെവൽ ആ കമന്റ് പോലും ആരും വായിക്കില്ല. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരും ബുദ്ധിമുട്ട് തോന്നി, എന്താണ് ആർക്കാണ് ബുദ്ധിമുട്ട് തോന്നിയത്? തെറ്റിന്റെ സമൂഹത്തിൽ ഒരു മാറ്റം വരുന്നത് വാസ്തവം സിനിമ സമൂഹത്തിൽ വളരെ സ്വാധീനം ചെലുത്തും. ഒരിക്കലും ശരിയെ തെറ്റായും തെറ്റിനെ ശരിയായും സമൂഹത്തിൽ ഒരു മാറ്റം വരുത്തുന്നു. ശ്യാം കുമാർ, ഐ അഗ്രി എവറിത്തിങ്. കാരണം സിനിമ വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് കുറച്ചുകൂടി കത്തിച്ചു കൊടുക്കുക മേജറിന് നാട്ടുകാർ കാണട്ടെ നമ്മുടെ സംഘശക്തി. മോനെ, ഇതിനകത്ത് നമ്മൾ ഒരു സംഘത്തെ, ഞാനും സംഖ്യയാണ് സമ്മതിച്ചു, പക്ഷെ ഇതിനകത്ത് എന്താണെന്ന് പറയുക, ഇപ്പൊ ഒരു വികാരം വ്രണപ്പെട്ടിരിക്കുകയാണ്. ആ വികാരത്തിനെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആരും ആ വികാരത്തിനെ വ്രണപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആ ഒരു സിനിമയ്ക്കകത്ത് ചെയ്തിരിക്കുന്ന ആ എഴുത്തുകാരന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്. അതിനെ ലാലേട്ടൻ അവിടെ എവിടെയെങ്കിലും ഒരു ഡയലോഗ് നമ്മുടെ മന്ത്രിമാരെ കുറിച്ചോ മിനിസ്റ്ററെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. അതവിടെ പടത്തിനകത്ത് ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ സീൻസ് എല്ലാം എടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടി ലാലേട്ടൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ, ഞാൻ പറയുന്ന വിഷയം ഞാനല്ലേ പറയാം, എന്റെ മരിച്ചുപോയ അമ്മയെ പിടിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ലാലേട്ടൻ എന്റെ 5 സിനിമകളും റിലീസിന് മുന്നേ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പൊ ഇനി ലാലേട്ടൻ കാണും. കാരണം ഇതൊരു പാഠമായിട്ട് മാറിയിട്ടുണ്ട്. ലാല് കുഞ്ഞല്ലല്ലോ, ഇതൊക്കെ മനസ്സിൽ ആകാതിരിക്കാൻ ചില സമയത്ത് മക്കളെ ജീവിതത്തിൽ പല തിരക്കിന്റെ ഇടയിലും പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോകും. അപ്പൊ അതുകൊണ്ട്
സനൽകുമാർ, പൃഥ്വിരാജ് സുകുമാരൻ ഗാസ, ഹമാസ്, ലക്ഷദ്വീപ്, റോഹിംഗ്യൻ, NRC എന്നിവരുടെ കണ്ണടച്ച് പിന്തുണച്ചവൻ. സത്യമാണ്. അതുണ്ടെങ്കിൽ അതുകൊണ്ടല്ലേ പറഞ്ഞു, നിങ്ങളുടെ വികാരത്തിന് ഞാൻ 100% മാനിച്ചിട്ടാണ് ഞാൻ 6 മണിക്ക് ഇവിടെ ലൈവിൽ വരാമെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് എനിക്ക് കുറെ കോൾസ് വന്നു, മക്കളെ രവേട്ടാ താഴത്തെ ആൾക്കാർ മുഴുവൻ ചൂടിലാണ് കേട്ടോ എന്ന്. 10,000-3000 കമന്റുകൾ വന്നിട്ട് സാറേ അത് ചെയ്യരുത് ഇത് ചെയ്യരുതൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിന് പോണോ. ഞാൻ പറഞ്ഞു നോ സോറി, മേജർ രവി 6 മണി എന്ന് പറഞ്ഞാൽ 6 മണിക്ക് ഇവിടെ വന്നിരിക്കും. ഇതിപ്പോ കാർ ഹോട്ടലിന് മുന്നിൽ എത്തിയിരിക്കുന്നത് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും 65 വയസ്സായോ മോനെ ആയി അതെന്താണെന്ന് അറിയോ, നമ്മൾ ഓൾവേസ് യു കീപ് പോസിറ്റീവ്നെസ്. ഈ തെറ്റുകളൊക്കെ നിങ്ങൾ മറക്കും. നിങ്ങൾ സിനിമ കാണാതിരിക്കും എന്തുവേണം വെച്ചത്. പക്ഷെ ഒരാളെ കുറ്റം പറയുന്ന സമയത്ത് അത് എസ്പെഷ്യലി ഞാൻ എന്താ വെച്ചാൽ മോഹൻലാലിനെ പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് ഈ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ യെസ് ഞാൻ വരാൻ കാരണം എന്താ വെച്ചാൽ എനിക്കറിയാവുന്ന ലാലിനെ കുറിച്ച് നിങ്ങളിത് പറയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. പിന്നെ കേണൽ വാല തിങ് അത് ഞാൻ ജസ്റ്റിഫൈ ചെയ്തു. അത് അത്ര പെട്ടെന്ന് പിടിച്ചു പറിക്കാനൊന്നും പറ്റുന്ന സാധനമല്ല, എല്ലാവരും സന്തോഷിക്കും വേണ്ട. അപ്പം അതുകൊണ്ട് 67 വയസ്സും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, സാരമില്ല. കാരണം ഓൾവേസ് കീപ് യുവർ മൈൻഡ് യങ്. ഓക്കെ സർ, വിത്ത് ഓൾ റെസ്പെക്ട് സർ, നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ കേരളം ജിഹാദികളുടെ കയ്യിൽ എന്ന് കാരണം കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു കേരള സ്റ്റോറി എന്ന പടം ഇറക്കി, അങ്ങനെയാണ് സംഘികൾ പ്രചാരണം നടത്തിയത്. ഈവൻ ആ സിനിമയിലാണെങ്കിൽ ട്രൂ എന്ന് പറഞ്ഞു വല്ലാതെ എക്സാജറേറ്റഡ് ആയിരുന്നു. അതുകൊണ്ടാണ് അവസാനം സംവിധായകൻ തന്റെ നിലപാടിൽ അതിൽ നിന്നും അന്ന് പുറകോട്ട് പോയതും ആയിരിക്കാം. ഞാൻ അതിനകത്ത് ചിയാൻ ശരത്, I don't know whether it is your name or not. I agree that. കാരണം അതിനെക്കുറിച്ച് ഇതല്ലേ പറഞ്ഞ എഴുത്തുകാരന്റെ പോയിന്റ് പെർസ്പെക്റ്റീവാണ് ഒരു കഥ എന്ന് പറയുന്നത്. ആ എഴുത്തുകാരൻ ഏത് രീതിയിൽ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിന് സാധിക്കും. പക്ഷെ ഞാൻ എൻ്റെ എല്ലാ സിനിമകളിലും ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, അവസാനം നിങ്ങൾക്കൊരു ഫീൽ വരും യെസ് ഐ എം എ പ്രൗഡ് ഇന്ത്യൻ എന്ന്. അത് കാന്താറിലാണെങ്കിലും അമിതാഭ് ബച്ചൻ നിന്ന് തന്റെ മരിച്ചുപോയ ഒരു പട്ടാളക്കാരൻ മകന്റെ ശവശരീരം ഏറ്റുവാങ്ങുന്ന സമയത്ത് അടിക്കുന്ന സല്യൂട്ടില് കണ്ണു നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാൽ, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെയും കണ്ണു നിറഞ്ഞിട്ടുണ്ട്. അത് ഞാനെന്ന എഴുത്തുകാരന്റെ ഒരു പെർസ്പെക്റ്റീവാണത്. കട്ട് ചെയ്ത ഭാഗങ്ങൾ ഏതൊക്കെ എന്നറിയാൻ സിനിമ ഒന്നുകൂടെ കാണണം. ഇനി അതിനൊന്നും ആവശ്യമില്ല, അത് എപ്പോഴെങ്കിലും വരുമ്പോൾ നിങ്ങൾ കണ്ടോ. പക്ഷെ ഇനി നിങ്ങൾ സിനിമ കാണാൻ പോയാൽ ഇതുപോലുള്ള ആ ഒരു ഫീൽ ചെയ്യുന്ന സംഭവങ്ങളൊന്നും L3 ചെയ്യരുതെന്ന് ലാലേട്ടനോട് പറയണം. അതൊക്കെ ഇവരുടെ കച്ചവടക്കാരും അതും ഇതൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കും. അതിനൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാൻ പോണ്. മനോജ് ഗോകുലം, എന്തായാലും ഓൺലൈൻ സംഗി എന്ന പേര് വീണു, ഇനി കുളിച്ചു കളയാം. ആർക്ക്? എനിക്കാ? സാരമില്ല. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ചിരിയാണ്. കാരണം ഞാനൊക്കെ ജീവിതത്തിന്റെ അവസാനത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കും. നിങ്ങളെപ്പോലുള്ള കുട്ടികളെയും നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരും നിങ്ങളെപ്പോലുള്ള വികാരം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ദേശസ്നേഹം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിലാരാണ് എനിക്ക് ഷെയിമൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നുള്ളതല്ല. അതൊക്കെ കാണും. അതേ പറയൂ. വാച്ചിങ്. ഇനി ആരാണ്? ഇപ്പോൾ അഫ്ഗാൻ ജയിൽ കിടക്കുന്നവർ അവിടെ ഉണക്കമന്ത്രി വാങ്ങാൻ പോയതാണോ? ഇതൊക്കെ നിങ്ങൾ തമ്മിൽ അങ്ങ് സംസാരിച്ച് തീർത്തേക്കൂ. അപ്പം ഞാൻ ഏകദേശം എല്ലാം കാന്താർ, ഓർമ്മിപ്പിക്കലെ പൊന്നെ രാജേഷ് വാലിബൻ പടം നന്നായിരുന്നു കാണുമോനെ. ഒരു പടം ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നന്നായി അറിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മനസ്സിലാവും. ലാലിനോട് രാഹുൽ ATS യെസ് മോനെ, ലാലേട്ടനോട് സംസാരിച്ചത്. മോഹൻലാൽ ഈസ് വാച്ചിങ്. ഇനിയിപ്പോൾ എഴുത്തുകാരന് വേണ്ടി ആര് വരും? ആന്റണിയെയും രായപ്പന്റെയും കളിപ്പാവ് മാത്രം ലാലേട്ടൻ. മോനെ, ഈ കമന്റുകളെല്ലാം കാണുന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ഒരു കമന്റ് ഞാൻ പറയില്ല. ഹരീഷ്, ജയഹിന്ദ്. പ്രകാശ് വാച്ചിങ്. ലാൽ സർ പ്രിവ്യൂ കാണണം ആയിരുന്നു. പ്രവീൺ സമ്മതിച്ചു, അതെ അത് കാണിരിക്കും. അനിൽകുമാർ PR, മേജർ രവി സർ കറക്റ്റ് കാര്യങ്ങൾ പറയുന്നു. പക്ഷെ ലാലേട്ടൻ ജനങ്ങളോട് സംസാരിക്കും. നിങ്ങൾ പേടിക്കണ്ട, കാരണം എല്ലാവർക്കും ഒരു സമയമുണ്ട്. അപ്പൊ അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. ഇത്രയും നേരം ഞാനിന്ന് കാലത്ത് 8 മണി തൊട്ടിട്ടുള്ള മീറ്റിങ്ങുകളും പ്രസംഗങ്ങളും എൻ്റെ അക്കാഡമിയുടെ ക്ലാസ്സുകളൊക്കെ നടക്കുകയാണ്. ആ സമയത്തും നിങ്ങൾ എന്നെ വന്ന് കണ്ട് ഇത്രയും 2,000-3,000 ആളുകൾ ഇരുന്ന് 2 ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞു. എനിവേ താങ്ക് യു സോ മച്ച്. രാജുവിനോടുള്ള ചൊരുക്ക് സംഖ്യയ്ക്ക് ആരവ് അരവിന്ദ് താങ്ക് യു.
എനിക്ക് നമ്മളൊക്കെ സിനിമ ചെയ്തിട്ടുള്ള ആളെ ഇത് ചൊരുക്കും മുറുക്കൊന്നും ഇല്ല മോനെ. എനിവേ somehow I feel all this as pre-scripted marketing gimmick. എന്ത് വേണമെങ്കിലും. രവിജി, ജയ്പൂരിൽ ഇന്നലെ 7 പേര് മാത്രമേ തിയേറ്ററിലുണ്ടായിരുന്നു. ദാറ്റ്സ് ഓക്കെ. നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ ബെനീഷാണ് ഇത് ആദ്യം പൊക്കി പുറത്തെടുത്തത്. മോനെ, ബിനീഷിന് ചില രാഷ്ട്രീയമുണ്ട്. അത് അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്ത് അത് അവന്റെ രാഷ്ട്രീയം. അതല്ലേ ഞാൻ പറഞ്ഞു, ഓരോരുത്തരുടെ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിനകത്ത് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതും പറഞ്ഞതും എന്തായിരുന്നു? ബിക്കോസ് ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ യു ദാറ്റ് ഞാൻ അറിയുന്ന മോഹൻലാൽ, ആ മോഹൻലാലിനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അതിന് ഞാൻ എന്റെ അമ്മയെ പിടിച്ച് സത്യം ചെയ്യേണ്ടതുണ്ട്. കാരണം ലാലേട്ടൻ പടം കാണാറില്ല എന്നുള്ളത് പറയാം. അത് അദ്ദേഹം പറഞ്ഞത് നിങ്ങളൊരു വെറും വാക്കായിട്ട് എടുക്കല്ലേ, ചെയ്യാറില്ല. അത് ഞാൻ 5 സിനിമ ചെയ്തതല്ലേ. അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പടം കാണുമായിരിക്കും വല്ലപ്പോഴൊക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അത് കണ്ടിട്ടാണ് ത്രൂ ചെയ്ത് വിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ സൈഡും വിട്ടേക്കും. അപ്പൊ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എന്തെഴുതി കൊടുത്തു അതിനകത്ത് ഇതിനകത്തൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു മിഷൻ 90 എന്നുള്ള സിനിമ ചെയ്തു. ഈ സമയത്ത് മമ്മൂക്കാക്ക് പടത്തിന്റെ റിലീസിന്റെ 2 ദിവസം മുന്നേ ഡൽഹിയിൽ നിന്നൊരു കോൾ വന്നു. മമ്മൂക്ക എന്നോട് പറഞ്ഞാണോ? മമ്മൂക്ക പറഞ്ഞു, ആ CBIയുടെ അന്വേഷണത്തിലുണ്ടായിരുന്ന ആ ഹെഡ് ഓഫീസർ എന്നെ വിളിച്ചിരുന്നു, ഈ പടം റിലീസ് ചെയ്യാൻ പാടില്ലെന്ന്. കാരണം അയാളെക്കുറിച്ച് മേജർ രവി വൃത്തികേടായിട്ടാണ് കാണിച്ചിരിക്കുന്നതെന്നുള്ളത്. അപ്പം മമ്മൂക്ക പറഞ്ഞു, എനിക്ക് കിട്ടുന്ന ഡയലോഗ് ഞാനത് ആ ഒരു കഥയിൽ ഡയറക്ടർ എന്താണ് പറയുന്നത്, കഥ എഴുത്തുകാരൻ എന്താണ് പറയുന്നത്, അത് ഞാനൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പൊ അതെന്ത് വേണമെങ്കിലും സാറിന് വേണമെങ്കിൽ ഡയറക്ടർ എടുത്ത് സംസാരിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം കട്ട് ചെയ്ത് അങ്ങ് വിട്ടു. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യും. പക്ഷെ ഇതിനകത്ത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞ പോലെ തന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കും പല കാര്യങ്ങളും. വി ലേൺ ലോട്ട് ഓഫ് തിങ്സ് ഔട്ട് ഓഫ് ഇറ്റ്. അതുകൊണ്ട് BJP-കാരനായ ഞാൻ തന്നെ വെളുപ്പിച്ച റെനി മോനെ വെളുപ്പിച്ചു എന്നുള്ളതല്ല, ഇതൊക്കെ കാര്യം പറയുമ്പോൾ അതുപോലെ കേക്ക്. ഓക്കെ, എനിവേ ഇനിയിപ്പോ ഇതിൽ പോയിട്ട് ഞാനൊന്നും പറയുന്നില്ല. കുളിക്കാമോ സേട്ടാ, സജി സൂര്യ, നല്ല ലാംഗ്വേജ്, ബെസ്റ്റ്. കുഴപ്പമില്ല, അത്രയ്ക്ക് വല്ലാത്തൊരു അജണ്ട ഇതിനകത്തുണ്ടോ? എനിവേ താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ നിർത്തുന്നു, കുറേ സമയമായി. താങ്ക് യു സോ മച്ച്. എൻ്റെ എല്ലാവരോടും നന്ദി. താങ്ക് യു. ബി യുണൈറ്റഡ്. ജയ് ഹിന്ദ്.